السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والكرم والوفاء أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയ ശ്രോതാക്കളെ, മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവറുകളുടെ അൽ ഹകമുൽ അതാഇയ എന്ന ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദുറൂസുൽ ഹികമിൽ 12ാമത്തെ എപ്പിസോഡിൽ ഇന്ന് 11ാമത്തെ ഹിക്മത്താണ് നാം ചർച്ച ചെയ്യുന്നത്. ഹിക്മത്ത് നമ്പർ 11 മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്: ഇദ്ഫൻ വുജൂദക ഫീ അർദിൽ ഖുമൂൽ, ഇദ്ഫൻ വുജൂദക ഫീ അർദിൽ ഖുമൂൽ ഫമാ നബത മിമ്മാ ലം യുദ്ഫൻ ലാ യതിമു നിതാജു. അതുപോലെ നമുക്കതിലെ മുഫ്രദാത്ത്, അതിലെ പദങ്ങൾ പരിചയപ്പെടാം. ഇദ്ഫൻ, ദഫന യദ്ഫനു എന്ന് പറഞ്ഞാൽ മറമാടുക, ദഫൻ ചെയ്യുക, കബറടക്കം ചെയ്യുക എന്നൊക്കെയാണല്ലോ ദഫന, ദഫൻ ചെയ്യുക. ഇദ്ഫൻ, നീ മറമാടുക, മണ്ണിട്ട് മൂടുക. വുജൂദക, നിന്റെ ഉണ്മയെ. വുജൂദ് എന്ന് പറഞ്ഞാൽ നിന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിന്റെ ഉണ്മ, നിന്നെ തന്നെ എന്നർത്ഥം. നീ നിന്റെ ഉണ്മയെ മറമാടുക, മണ്ണിട്ട് മൂടുക. എവിടെ? ഫി അർദിൽ ഖുമൂൽ. ഖുമൂൽ എന്ന് പറഞ്ഞാൽ അത് പ്രശസ്തി എന്നതിൻ്റെ വിപരീത പദമാണ്. ഷുഹറത്താണല്ലോ പ്രശസ്തിക്ക് പറയാം. ഷുഹറത്തിൻ്റെ വിപരീത പദമാണ് ളിദ്ദു ഷുഹറയാണ് ഖുമൂൽ എന്ന് പറഞ്ഞാൽ അപ്രശസ്തി എന്നർത്ഥം. ആരും അറിയാതെ പോവുക, ആരും അറിയാതിരിക്കുക, ഇതിനാണ് ഖുമൂൽ എന്ന് പറയാം. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഖാമിൽ, ആരും അറിയാത്ത, അപ്രസിദ്ധനായ എന്നർത്ഥം, അപ്രശസ്തനായ. കുപ്രസിദ്ധി അല്ല കേട്ടോ. കുപ്രസിദ്ധി എന്ന് പറഞ്ഞാൽ മോശമായ കാര്യങ്ങൾ കൊണ്ട് പ്രസിദ്ധി നേടുന്നതിനാണ് കുപ്രസിദ്ധി. അതായത് അപ്രസിദ്ധി അല്ലെങ്കിൽ അപ്രശസ്തി. ആരും അറിയാതെ പോവുക. എല്ലാവരും അറിയലാണല്ലോ പ്രശസ്തിയും പ്രസിദ്ധിയും ഒക്കെ. ആരും അറിയാതിരിക്കലാണ്. ആരും അങ്ങനെ അറിയില്ല. അവർ ജനങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത, ജനങ്ങളൊന്നും കാണുകയോ വലിയ ആളാണെന്ന് മനസ്സിലാക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാത്ത ഒരാൾ, അതിനാണ് ഖാമിൽ എന്ന് പറയാം. അതിന്റെ മസ്ദറാണ് ഖുമൂൽ. അങ്ങനെ ഖാമിലാവൽ എന്നാണ് ഖുമൂൽ. അപ്പൊ ഖുമൂലിന്റെ ഭൂമിയിൽ, അപ്രസിദ്ധിയുടെയും അപ്രശസ്തിയുടെയും ഭൂമിയിൽ, മണ്ണിൽ നീ നിന്റെ ഉണ്മയെ മണ്ണിട്ടു മൂടുക. കാരണം ഫമാ നബത, മുളച്ച ഒന്ന്, മാ എന്ന് പറഞ്ഞ മൗസൂല്, ഫമാ ഒന്ന്, കാരണം ഫാനഫാ സബബിയ, മാ ഒന്ന്, നബത അത് മുളച്ചിരിക്കുന്നു, മിമ്മാ ലം യുദ്ഫൻ ഭൂമിയിൽ മണ്ണിട്ട് മൂടാത്തതിൽ നിന്ന് മുളച്ചത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മണ്ണിട്ടിട്ട് ആണ് ശരിയായ വിത്തുകൾ മുളച്ചു പൊന്തേണ്ടത്. അങ്ങനെയാണല്ലോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് നമ്മൾ മണ്ണിട്ട് മൂടിയിട്ട് ആ ഭൂമിക്കടിയിൽ അത് സ്പ്രൗട്ട് ഔട്ട് ചെയ്യണം, അത് കിളിർത്തു വരണം, അത് മുളച്ചു വരണം, എന്നിട്ട് അത് മരമായി വരണം, അത് പുഷ്പിക്കണം, അത് കായ്ക്കണം. അപ്പോഴാണ് അതിൻ്റെ പ്രൊഡക്ട്സ്, അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ പഴങ്ങൾ അത് നന്നാവുക, നല്ലതാവുക. അങ്ങനെ ശരിയാവണ്ണം ഭൂമിയിൽ മണ്ണിട്ട് മൂടാത്ത ഒരു വിത്ത്, അതിൽ നിന്ന് പ്രൊഡക്ട്സ് ഒന്നും വരൂല, അത് കേടുന്നു പോവുക. അപ്പൊ പാറപ്പുറത്ത് അല്ലെങ്കിൽ മണ്ണിൽ തന്നെ ഒരു വിത്ത് അങ്ങനെ ഇട്ടു, അത് ശരിക്കും മണ്ണിട്ട് മൂടിയെങ്കിലാണ് ശരിയായ രൂപത്തിൽ അത് കിളിർത്ത് വളർന്ന് നല്ലൊരു മരമായിട്ട് വരിക. അത് പാറപ്പുറത്താണെങ്കിൽ തീരെ ഒന്നും ആവില്ല. ഇനി മണ്ണിൽ തന്നെ അത് ശ്രദ്ധയില്ലാതെ മണ്ണിന്റെ അടിയിലേക്കൊന്നും വെക്കാതെ അതിങ്ങനെ പുറത്തെല്ലാം ഇട്ടെങ്കിൽ പലപ്പോഴും അത് ചീഞ്ഞു നാറി പോവുകയോ, ഇനി മുളച്ചാൽ തന്നെ നല്ല ഒരു ഉഷാറുള്ള ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷം അതിൽ നിന്ന് വരാൻ സാധ്യത കുറവായിരിക്കും. അതങ്ങനെ കേടന്ന് പോവുക ചെയ്യാം. ഇനി മുളച്ച് വന്നാൽ തന്നെ ചിലപ്പോൾ നമ്മൾ മാങ്ങ തന്ന ശേഷം മാങ്ങണ്ടിയൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുളച്ചൊന്ന് വരും, പക്ഷെ അത് നല്ല രൂപത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മരമായിട്ടൊന്നും വരൂല. നേരെ മറിച്ച് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണിൽ അത് കുഴിച്ചിട്ട് അത് ഭൂമിക്കടിയിൽ കിടക്കേണ്ട സമയം അത്രയും ഭൂമിക്കടിയിൽ കിടക്കുമ്പോഴാണ് ശരിയായ അർത്ഥത്തിൽ അത് സ്പ്രൗട്ടായി, അത് കിളിർത്ത്, അത് മുളച്ച്, അതിൽ നിന്ന് ആ മരമൊക്കെ ഉണ്ടായി ശരിയായ പൂർണ്ണാർത്ഥത്തിൽ അത് വളർച്ച പ്രാപിക്കും. ഇത് നമ്മൾ കാണുന്ന ഒരു അനുഭവ ലോകത്തുള്ള ഒരു ഉദാഹരണമാണ്. ആ ഒരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്, ഏത് സാധാരണക്കാരനും. ആ ഉദാഹരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം തശ്ബീഹ് ചെയ്തുകൊണ്ട് പറയാം. ഫമാ നബത മിമ്മാ ലം യുദ്ഫൻ, ഭൂമിയിൽ മൂടപ്പെടാത്തതിൽ നിന്ന് മുളച്ചത്, അത് ലാ യതിമു പൂർണ്ണമാവില്ല, താമാവില്ല. ലാ യതിമു എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല. നിതാജുഹു, നിതാജു ഷൈ സമറത്തുഹു, ഒരു വസ്തുവിന്റെ നിതാജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രൂട്ട്, അതിന്റെ സമറത്ത്, അതിൽ നിന്ന് വരുന്നത്, അതിന്റെ പ്രൊഡക്റ്റ് എന്നർത്ഥം. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് ഒരിക്കലും പൂർണ്ണമാവില്ല.
ഭൂമിയിൽ മണ്ണിട്ട് മൂടേണ്ടത് ഭൂമിയിൽ മണ്ണിട്ട് മൂടി അത് മുളച്ച് ശരിയായ രൂപത്തിൽ വളർന്നെങ്കിലേ അതിൻ്റെ പ്രൊഡക്റ്റും അതിൻ്റെ വളർച്ചയും ഗ്രോത്തും അത് കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡക്റ്റും ഒക്കെ പൂർത്തിയാവൂ, നല്ല പ്രൊഡക്ഷൻ അതിൽ നിന്ന് ഉണ്ടാവൂ എന്നർത്ഥം. ആശയം വളരെ വ്യക്തമാണ്, അർത്ഥങ്ങൾ വ്യക്തമായി. ഇനി ആശയം മഹാനായ ഇബ്നു അത്താഇല്ലാഹി സെക്കന്ദരി തങ്ങൾ ഈ പറയുന്നത്, ചില ആളുകളൊക്കെ പ്രശസ്തിക്ക് പിന്നാലെയാണ്. സാലിഹ്യങ്ങൾ, അള്ളാഹുവിന്റെ മാർഗം അന്വേഷിച്ച് യാത്ര പോകുന്ന സാലിഹ്യങ്ങൾക്കുള്ള ഉപദേശമാണല്ലോ ഈ ഗ്രന്ഥം മൊത്തം. ഹിക്മത്തുകളാണല്ലോ, സാരോപദേശങ്ങളാണല്ലോ അദ്ദേഹത്തിന്റെ ഹിക്മകൾ. അപ്പൊ ഈ ഹിക്മത്തിൽ പറയുന്ന സാരോപദേശം, തത്വോപദേശം ഇത് തന്നെയാണ്. അതായത് പ്രശസ്തിക്കും പ്രസിദ്ധിക്കും പിറകെ ഓടി ജനങ്ങൾ എന്നെ അറിയണം, ജനങ്ങൾ എന്നെ നോക്കണം, ആളുകൾക്കിടയിൽ വിരലുകളാൽ ചൂണ്ടപ്പെടുന്ന ആളായിരിക്കണം ഞാൻ, എല്ലാവരുടെയും ചർച്ചയിൽ നമ്മൾ പറയില്ലേ ഈ ഫെയിമിന്റെ പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കണം, ആളുകളൊക്കെ എന്നെ അറിയണം, ഞാൻ വലിയ പണ്ഡിതനാണ്, തികഞ്ഞവനാണ്, ലക്ഷണമൊത്ത ഒരാളാണ് എന്ന ആളുകൾ എന്നെ പറയണം എന്ന ഈ ഹുബ്ബു ഷുഹറ, പ്രശസ്തിയോടുള്ള ഈ മോഹം, പ്രസിദ്ധിയോടുള്ള ഈ അഭിവാഞ്ച അല്ലെങ്കിൽ താല്പര്യം, അത് വളരെ മോശമായൊരു സംഗതി. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വേണ്ടത് ശരിക്കതിൻ്റെ ഹുമൂലിൽ ആളറിയാതെ രഹസ്യമായി നമ്മളെ നന്നാക്കാനുള്ള പണിയിൽ നമ്മൾ ഏർപ്പെടും. നമ്മൾ നമ്മിലേക്ക് ഇൻട്രോസ്പെക്ഷൻ ചെയ്യാന്ന് പറയും. നമ്മൾ നമ്മിലേക്ക് ആത്മവിചിന്തനത്തിൽ ഒതുങ്ങുക ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ അള്ളാഹു താല ഒരു പക്ഷേ പ്രശസ്തിയോ പ്രസിദ്ധിയോ ഒക്കെ തന്നേക്കും, അതൊരു കുഴപ്പമില്ല. ഇമാം മഹാന്മാരായ മശായിഖ് ഉമർ മുഹീദ്ദീൻ ഷെയ്ഖ് അതുപോലെയുള്ള മഹാന്മാരൊക്കെ, ഒരുപാട് ആളുകളുടെ ആ പേരുകൾ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അവരൊക്കെ നേർക്ക് നേർ പ്രശസ്തിയിലേക്ക് അങ്ങ് വരികയല്ല. അവരൊക്കെ അവരുടെ റിയാദകളിൽ, ആത്മീയമായ അഭ്യാസങ്ങളിലും ശാരീരികമായ പരിശീലന മുറകളിലും ആത്മീയമായ പരിശീലന മുറകളിൽ ദീർഘകാലം വ്യാപൃതരായി അതിനകത്ത് അവർ കിടന്ന് അവരുടെ ഉള്ളിലേക്ക് അവർ ചുഴിഞ്ഞിറങ്ങി അവരവരുടെ നഫ്സുകളെ ശരിക്കും അഭ്യസിപ്പിച്ച് പരിശീലിപ്പിച്ച് ആത്മീയ വഴികളിലൂടെ പരിപോഷിപ്പിച്ചെടുക്കുക ചെയ്യുക. പിന്നീട് ഒരുപക്ഷെ അവരെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അവരിലേക്ക് അവരുടെ അടുക്കലേക്ക് വരും, അവരെ കേൾക്കാനും അവരിൽ നിന്ന് മനസ്സിലാക്കാനൊക്കെ വരും. അപ്പോൾ ഒരുപക്ഷെ ശൂറത്തൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് മഹാന്മാർ വലിയ മശൂര്യങ്ങളായി ലോകപ്രസിദ്ധരായി വന്നല്ലോ. പക്ഷെ അവരുടെയൊക്കെ ആദ്യകാലം ശരിക്കും മണ്ണിനടിയിൽ ഈ വിത്ത് ഇടുന്നത് പോലെ മണ്ണിനടിയിൽ വിത്തിട്ടിട്ട് വേണം പിന്നീടാണ് അവർ മുളച്ചു പൊന്തിയത്. ആ ഒരു പ്രോസസ്സ് നടക്കണം എന്നാണ് മഹാനവറുകൾ ഉപദേശിക്കുന്നത്. അപ്പൊ പ്രസിദ്ധിയോടുള്ള ഒരു, അള്ളാഹു താല പ്രസിദ്ധി തന്നാൽ നമ്മൾ തടുക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു താല ഒരാൾക്ക് പ്രശസ്തി വെക്കാൻ ഉദ്ദേശിച്ചാൽ അത് തടുക്കാൻ കഴിയില്ല. പക്ഷേ ഹുബ്ബു ഷുഹറ, ഈ ആൾ അതിൻ്റെ പ്രശസ്തിയോടുള്ള താല്പര്യവും അതുപോലെ ഞാനൊരു പ്രസിദ്ധനാവണം, ആളുകൾ എന്നെ അറിയണം, എല്ലാവരും എന്നെ ചർച്ച ചെയ്യണം എന്നുള്ള ഒരു മോഹം, അത് വളരെ വിനാശകരമാണ്, അത് നാശഹേതുവാണ്. അതാണല്ലോ, ഇതേ ആശയമാണല്ലോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ ഖാദിർ അൽ ഖാഹിരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അല്ലഫൽ അലിഫ് എന്ന ഖസീദയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളും നബിസ്നേഹവും അതോടൊപ്പം ആത്മീയ ചിന്തകളും എല്ലാം ഉൾച്ചേർന്നുകൊണ്ടുള്ള ഒരു സുന്ദരമായ കാവ്യ ശില്പം, ഒരു കൊച്ചു കവിതയാണല്ലോ, അല്ലെങ്കിൽ ഒരു ഖസീദയാണല്ലോ അല്ലഫൽ അലിഫ്. അതിനകത്ത് വളരെ ചുരുങ്ങിയ വരികളെ ഉള്ളൂവെങ്കിലും വളരെ അർത്ഥഗർഭമായ ഉപദേശങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട് പല വിഷയങ്ങളിലും. ആ ഉപദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങളിൽ ഒന്നാണ് ഹാഇന്റെ ബൈത്ത്. ഓരോ ഹർഫുകൾക്കനുസരിച്ചാണല്ലോ അതിലെ വരി. ഈ ഖസീദത്തു അല്ലഫൽ അലിഫിൽ ഇതിൽ ഹാഇന്റെ ബൈത്തിൽ അദ്ദേഹം പറയുന്നത് പ്രസിദ്ധമാണ്, വളരെ അർത്ഥഗർഭമാണ്. ഖല്ലി ഖില്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഖല്ലി ഖില്ലി എന്നൊരർത്ഥം ഇതാണ്. ഖല്ലി ഖില്ലി, എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രമേ, നീ ഒഴിവാക്കുക. ഖല്ലി എന്ന് പറഞ്ഞാൽ ഉത്തുറുക്ക്, നീ ഒഴിവാക്കുക. ഖല്ലി ഖില്ലി, എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രമേ. ഖല്ലി ഖില്ലി ഖുല്ലത്തൽ ഖിദ്ലാൻ, മോശപ്പെട്ട കൂട്ടുകെട്ട് എന്നർത്ഥം. ഖൗഫൽ ഖാത്തിമ, അത് എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? ഖാത്തിമയെ ഭയന്നുകൊണ്ട്, നല്ല അന്ത്യം ഉണ്ടാവാൻ വേണ്ടി, അല്ലെങ്കിൽ സൂൽ ഖാത്തിമ ഇല്ലാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അദ്ദേഹം പറയാം, ഖാലിൽ ഖലീലൻ, നീ കൂട്ടുകൂടേണ്ടത് ഒരു ആത്മമിത്രത്തോടാണ്. ഖാമിലൽ വസ്ഫി, അവിടെയാണ് നമ്മുടെ കണക്ക്. ഈ വിഷയത്തിൽ നമ്മൾ ഇബ്നു അത്താഇല്ലാഹി സെക്കന്ദരി തങ്ങളുടെ ഹിക്മത്തുമായി എവിടെയാണ് സന്ധിക്കുന്നത്? ഖാമിലൽ വസ്ഫി, നീ കൂട്ടുകൂടേണ്ടത് എങ്ങനെയുള്ള ആളുകളോടാണ്? ഖാമിലൽ വസ്ഫി, വസ്ഫ് എന്ന് പറഞ്ഞാൽ വിശേഷണം, ഖാമിൽ എന്ന് പറഞ്ഞാൽ ഗൈർ മഷ്ഹൂർ, വളരെ പതിഞ്ഞ, വളരെ താഴ്ന്ന, ഒച്ചപ്പാടും ബഹളവും എന്താ പറയാ, വലിയ ഹങ്കാമയൊക്കെ ഉള്ള ആൾക്കാരെ പിറകിലല്ല പോകേണ്ടത്. വളരെ താഴ്ന്ന സ്വരത്തിൽ വിനീതരായി, വിനയത്തോടുകൂടി, മുതവാദിയായി. ഇബാദുർ റഹ്മാന്റെ വിശേഷണത്തിൽ അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞല്ലോ, ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന, ഭൂമിയിൽ ഹൗനോടുകൂടി, നമ്മളൊന്നിനും വലിയ യോഗ്യരൊന്നുമല്ല, നമ്മൾ നിസ്സാരന്മാരാണ് എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മൾ വിനയാന്വിതരായി നടക്കുന്ന ആളുകൾ. മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും അവരുടെ തല താഴ്ത്തിയാ നടക്കുക. ജ്ഞാനി എപ്പോഴും വിനയാന്വിതനാവുക. ജ്ഞാനത്തിന്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് കൊണ്ട് അവന്റെ തല വിനയാന്വിതമായി നമ്മുടെ ശിരസ്കമായി കൊണ്ടിരിക്കുന്നൊക്കെയാണല്ലോ.
ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ ഖാലിൻ മിനൽ ഖൽഖാൽ ഖൽഖാൽ എന്ന് പറഞ്ഞാൽ കാൽത്തള, ഖാലി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞത്, ഖാലിൻ മിനൽ ഖൽഖാൽ എന്ന് പറഞ്ഞാൽ കാലുകളിൽ കാൽത്തള കെട്ടിയിട്ടില്ലാത്ത. കാലിൽ കാൽത്തള കെട്ടുക എന്നുള്ളത് ഒരു മെറ്റാഫറാണ്, അല്ലെങ്കിൽ ഒരു അലങ്കാരമാണ്, ഒരു ഉദാഹരണമാണ്. കാലിൽ കാൽത്തള കെട്ടി നടക്കുന്നവർ എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ആയിരിക്കും. അവരെവിടെ പോയാലും അവരെ കാലിൽ ചിലങ്ക അണിഞ്ഞ, കാൽത്തള എന്ന് പറഞ്ഞാൽ ചിലങ്ക, കാലിൽ ചിലങ്ക അണിഞ്ഞാൽ, കാൽത്തള അണിഞ്ഞാൽ അതിട്ട് നടക്കുന്ന ആളുകൾ നടക്കുന്നിടത്തൊക്കെ അതിന്റെ ബഹളം കേൾക്കും. അപ്പൊ ചില ആളുകൾ കാലിൽ ഈ കാൽച്ചിലങ്കയും അണിഞ്ഞ് നടക്കുന്നവരാണ്, കാൽത്തള കെട്ടി നടക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഒച്ചപ്പാടും ബഹളവും ആളനക്കവും ആള് ശ്രദ്ധിക്കലും അവർക്ക് അവരുടെ ജനങ്ങളുടെ പബ്ലിക് അറ്റൻഷൻ ഡ്രോ ചെയ്യുക എന്നുള്ള അവരുടെ വലിയൊരു ലക്ഷ്യമായിരിക്കും. അങ്ങനെ കാലിൽ കാൽത്തള കെട്ടി നടക്കുന്നവരെ അല്ല നീ കൂട്ടുകൂടേണ്ടത്, അത് പ്രശസ്തിക്ക് പിറകെ ഓടുന്നവരാണ്. അങ്ങനെ കാലിൽ കാൽത്തളയിൽ നിന്ന് കാലിയായ മുക്തമായ, കാലിൽ കാൽത്തളകളിൽ നിന്ന് മുക്തമായ ആളുകൾ എന്ന് പറഞ്ഞാൽ, കാലിൽ കാൽത്തള കെട്ടാത്തവർ എന്ന് പറഞ്ഞാൽ വിനയാന്വിതരായി ഒച്ചപ്പാടും ബഹളവും ഹംഗാമിയൊന്നും ഇല്ലാതെ വിനയാന്വിതരായി നടക്കുന്ന നല്ല ആളുകൾ, ഹാമിലീങ്ങളായിട്ട് ഹാമിലുൽ വസ്ഫായി നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള മഹാന്മാരൊപ്പം നീ കൂട്ടുകൂടുക എന്ന ഉമർ ബിൻ അബ്ദുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ വാക്കുകൾ ഇവിടെ ചേർത്ത് വെക്കുക. അപ്പോ ഹുമൂലിന്റെ അറുതിൽ നിന്റെ വുജൂദിനെ നീ ദഫൻ ചെയ്യുക. ഖൽവത്ത്, ഉസ്ലത്ത്, ഏകാന്തവാസം, ജനങ്ങളുടെ ഇടയിൽ ഇടപഴകുന്നതിന് മുമ്പ് നമ്മൾ നമ്മിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന, നമ്മളെ തന്നെ നഫ്സിനെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ നഫ്സിനെ, നമ്മുടെ സ്വത്വത്തെ, നമ്മുടെ ആത്മാവിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്ത് അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടെത്തി അതിനെ പരിഹരിച്ച്, അങ്ങനെ വേണം ഒരു ആത്മീയ വഴി അന്വേഷിക്കുന്ന ഒരു യാത്രക്കാരൻ, ആത്മീയ യാത്രികൻ തൻ്റെ യാത്രാ പഥം ക്രമീകരിക്കാൻ എന്ന ഒരു വലിയ സന്ദേശമാണ് ഈ ഹൈക്മയിലൂടെ സമർപ്പിക്കുന്നത്. ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്നതിന് മുമ്പ് ഖൽവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ നാളുകളോളം ഖൽവത്തിലായി, ഏകാന്തവാസത്തിലായി ഹിറാ ഗുഹയിൽ അധിവസിച്ചു എന്ന് പറയുന്നുണ്ട്. യതഹന്നതു ഫി ഗാരി ഹിറാ, നബി തങ്ങൾ തന്നെ പറയുന്നത് ഹദീസുകളിൽ കാണാം, ഹുബ്ബിബ ഇലയ്യൽ ഖലാ. അവിടെ ഖലാ എന്ന് പറഞ്ഞാൽ അർത്ഥം ഖൽവത്ത്, ഖലാവിന് വേറെയും പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഹുബ്ബിബ ഇലയ്യൽ ഖലാ, ഖലാ എനിക്ക് ഇഷ്ടമാക്കപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് പ്രിയങ്കരമായി എന്ന് പറഞ്ഞതിനർത്ഥം ഈ ഖൽവത്താണ്, ഏകാന്തവാസമാണ്. അപ്പൊ അത് ഷുഹറത്തും പ്രശസ്തിയും അല്ല, അതൊരു ഹുമൂലാണ്. ഈ ഖലാവും ഹുമൂലും ഒക്കെ ഒന്നാണ്. ഖൽവത്ത്, ഖലാ, ഹുമൂൽ ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ്. അപ്പൊ ഖലാ എനിക്ക് പ്രിയങ്കരമായി എന്ന് പറഞ്ഞാൽ അവിടെ ഏകാന്തവാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഹിറാ ഗുഹക്കകത്ത് ഖൽവത്തിലായി അനേക ദിനരാത്രങ്ങൾ ചെലവഴിച്ചല്ലോ. അതിനുശേഷമാണല്ലോ, അതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങുന്നതും ഇഖ്റ എന്ന സന്ദേശത്തോടു കൂടി വഹയി നൽകപ്പെടുന്നതും ഒക്കെ. ഇതുപോലെ മഹാന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെ അവരെ രൂപപ്പെടുത്തിയത്, അവരുടെ ആത്മീയമായ അവരുടെ ആ വലിയ ചൈതന്യമൊക്കെ രൂപപ്പെട്ടു വന്നത് ഇങ്ങനെയുള്ള ഖൽവത്തുകളിലൂടെയാണ്. ഇപ്പൊ മഹാനായ ഗസാലി ഇമാം, അദ്ദേഹം ഹജ്ജ് യാത്ര കഴിഞ്ഞ മുമ്പ് ഹിക്മത്തിന്റെ വിവരണത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹം ഹജ്ജ് യാത്രയൊക്കെ കഴിഞ്ഞു വന്ന് പിന്നെ മസ്ജിദുൽ ഡമസ്കസിലെ, സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലെ അൽ മസ്ജിദുൽ ഉമവി എന്ന ഉമവി മസ്ജിദിന്റെ മൈദാന ഗർബിയ പടിഞ്ഞാറൻ ഭാഗത്തുള്ള മിനാരത്തിന്റെ ചുവട്ടിൽ എത്രയോ രാത്രികളോളം, എത്രയോ പകലുകളോളം, മാസങ്ങളോളം ഏകാന്തനായി ഖൽവത്തിൽ ഖലായിൽ അവിടെ ഇരുന്ന്, ഖൽവത്തിലായിരുന്ന, ഉസ്ലത്തിലായിരുന്ന ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന്, അങ്ങനെയാണ് അദ്ദേഹം ആ ഏകാന്തവാസത്തിലൂടെ അദ്ദേഹത്തിന്റെ ആ സ്വത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതും അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മീക പ്രകാശം രാഗി മിനുക്കി വരുന്നതൊക്കെ. അപ്പം അതൊക്കെ ഇതാണ് ഷുഹറത്തും ഒക്കെ പിന്നീട് അദ്ദേഹത്തിന് വന്നു. പക്ഷെ അതിന്റെ മുമ്പ് അദ്ദേഹം ഈ ഹുമൂലിന്റെ ഭൂമിയിൽ അപ്രസിദ്ധിയുടെയും അപ്രശസ്തിയുടെയും ആളുകൾ ആരും അറിയാതെയും ആളുകൾ ആരും ശ്രദ്ധിക്കാതെയും ഇരിക്കുന്ന ഒരവസ്ഥ. അതാണ് ഹുമൂൽ. ആ ഹുമൂലിന്റെ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ അദ്ദേഹം കുഴിച്ചിട്ടു, മറമാടി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് പിന്നീട് അദ്ദേഹത്തിന്റെ അവസ്ഥകളിലൊക്കെ മാറ്റം വരുന്നത് എന്നർത്ഥം. മഹാനവറുകൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഹിക്മയിലൂടെ നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഇതേ ആശയമാണ്. ജനങ്ങളെല്ലാവരും പ്രശസ്തിയുടെ, അതല്ലെങ്കിൽ പ്രസിദ്ധിയുടെ ഒക്കെ പിറകിലാ ഓടുക, പണ്ഡിതന്മാർ പോലും. കാരണം അവരൊക്കെ ലാഹിറിന്റെ പണ്ഡിതന്മാർ, അതല്ലെങ്കിൽ ഈ ഭൗതികമായ സുഖഭോഗങ്ങളോ സുഖാഡംബരങ്ങളോ ഭൗതിക പ്രസിദ്ധിയോ അതുവഴി വരുന്ന ലൗകിക സുഖ സൗകര്യങ്ങളോ ഒക്കെ കാമിക്കുന്നവർ, ഭൗതിക ലാഭേച്ഛകൾ കൊതിക്കുന്നവർ, അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. അത് പ്രശസ്തിക്കും അതുപോലെ ദുരഭിമാനത്തിന്റെയും ഒക്കെ പിറകിലായിരിക്കും അവരോട്. എന്നാൽ ആത്മീയമായ വഴി അന്വേഷിച്ചു പോകുന്ന ഒരാത്മീയ വഴിയിലെ പഥികൻ, യാത്രക്കാരൻ, അവൻ എപ്പോഴും ഹുമൂലിനെ ആയിരിക്കണം അവൻ പ്രിഫർ ചെയ്യേണ്ടത്. പ്രസിദ്ധിയും പ്രശസ്തിയുമല്ല ഹുമൂൽ നാം പറഞ്ഞു, അത് ഷുഹറത്തിന്റെ, പ്രസിദ്ധിയുടെ വിപരീത പദമാണ്. ആ അപ്രസിദ്ധിയും അപ്രശസ്തിയും നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആത്മാവിനെ ക്ലിയർ ആക്കുക, ആ വിഷയങ്ങളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ പ്രശസ്തി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു
ഹുബ്ബുസുമ്മയാണ്. ജനങ്ങളെങ്ങനെ നോക്കുക, ജനങ്ങൾക്ക് വേണ്ടി നന്നാക്കല. അപ്പൊ അതിൽ റിയാവ് വരും, മുറാഹാത്ത് വരും, ലോകമാന്യം വരും. ജനങ്ങൾക്ക് വേണ്ടി നന്നാക്കുക. അവന്റെ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അവന്റെ ഇബാദത്തുകളോ അവന്റെ ദീനി ദഅവത്തോ പ്രബോധനമോ ഒക്കെ ജനങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശസ്തിയും ജനങ്ങളുടെ നല്ല വാക്കുകൾക്കും കിട്ടാൻ വേണ്ടി, ജനങ്ങളെ കയ്യടി നേടാൻ വേണ്ടി ആക്കുക എന്നുള്ളത് വരുമ്പോൾ അത് ഇലാഹിയായ ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നു പോവാം. അതുകൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത്, ഇദ്ഫിൻ, നീ ദഫൻ ചെയ്യുക, വുജൂദക, നിന്റെ ഉണ്മയെ, ഫി അർദിൽ ഖുമൂൽ, അപ്രസിദ്ധിയുടെ അപ്രശസ്തിയുടെ ഭൂമിയിൽ, മണ്ണിൽ നീ അതിനെ മറമാടിയിടുക. കാരണം ഫമാ നബത മിമ്മാ ലം യുദ്ഫൻ, ദഫൻ ചെയ്യപ്പെടാത്തതിൽ നിന്ന് മുളച്ചു വരുന്നത് ലാ യതിമു നിതാജുഹു, അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ ഉൽപ്പന്നങ്ങൾ അത് പൂർണ്ണമാവില്ല, അതിൽ കുറ്റമറ്റതാവില്ല. ആശയം വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഉത്സാരം ഉൾക്കൊള്ളാനും അതിന്റെ അന്തസ്സത്ത ജീവിതത്തിൽ പകർത്താനും ഒക്കെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വജസാക്കും അല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.